ഹലോ ഗൈസ്, നമ്മൾ ഞാൻ ഇന്ന് ഗൾഫിൽ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗും കാര്യങ്ങളായിട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിന് കാത്തിരിക്കുകയാണ്. മംഗലാപുരം താമ്പരം എക്സ്പ്രസ് ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരുന്ന 161/60 ട്രെയിൻ. ഇത് 8 മണിക്കാണ് ഇവിടെ കാനങ്ങാട് എത്തുക. സ്ലീപ്പറാണ് പുതിയ ചങ്ങായിയാണ് സൈഫുള്ള. ഇന്നിവരുണ്ട് നമ്മളിവിടെ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ വരുന്നല്ലോ. അതുകൊണ്ട് ഇവനെ കൂടി കൂട്ടി മയങ്ങല പറയുന്നെങ്കിൽ പറ. ഇപ്പോൾ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പുറത്ത് കാണുന്നത് 2, അതിൻ്റെ അപ്പുറത്തത് 3. അപ്പോൾ നമ്മളെ S6 ഇവിടെ 13ാമത്തെയാണ് കോച്ച് പൊസിഷൻ. ഇവിടെ വന്ന് നിർത്തും. മുംബൈ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്. ഇതിന്ന് ഡിലേ ആണ്. 6:55 പോകണ്ടേ. നേത്രാവതി അന്ന് ഇവിടുന്ന് പോയി. ജനറൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നേത്രാവതി 50 മിനിറ്റ് ഡിലേ ആണ് കേട്ടോ. കൊങ്കന്നിരുന്ന വണ്ടികളൊന്നും ശരിക്കും ഇത്രയല്ല ഡിലേ വരണത്. ഇനി അതിൽ കൂടുതൽ ഡിലേ വരാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. ഞാൻ ഗൾഫിൽ പോകുന്നതിൻ്റെ അഭിപ്രായം എന്ത് ഒന്ന് ഇപ്പം നീ പറയണം. പറഞ്ഞിട്ടേ കാര്യമില്ലു. പറ. ഇല്ല, കട്ടില്ല. ഇത് ഇങ്ങനെ ഇടാൻ ഒരു കട്ടുമില്ല. ഇങ്ങനെ വരും. എന്തെങ്കിലും പറഞ്ഞോ നീ. അല്ലെങ്കിൽ ട്രെയിൻ വന്നു കേട്ടോ. മംഗലാപുരം താമ്പരം എക്സ്പ്രസ് S6 ആണ് നമ്മളെ കോച്ച്. കാനങ്ങാടുന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. മംഗളൂരു സെൻട്രൽ താമ്പരം എക്സ്പ്രസ്. പണ്ടത്തെ ചെന്നൈ എഗ്മോർ വണ്ടി. ഇപ്പോഴും എഗ്മോർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ട്രെയിന് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഇപ്പം മലബാർ വരാനുണ്ട്. അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് ഇവിടെ. കുറേ കാലത്തിന് ശേഷം എന്താ സ്ലീപ്പർ ക്ലാസ്സിലൊരു യാത്ര ചെയ്യുന്നു. S6ൻ്റെ അകത്ത് 32, 31, 27 എന്നിങ്ങനെ 3 ബർത്ത് വരുന്നത്. പിന്നെ നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡ് അപ്പറിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ നിൽക്കുക. ഇപ്പം ഞാനും ഇവനും ഇതുവഴി വന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലുണ്ട്. ഇതുവഴിയൊക്കെയാണ് നടന്നു പോയത്. നമ്മളാ സ്ഥലം ഇപ്പോൾ എത്തും. ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞു പോയി. നമ്മളെ സ്ഥലം കാനങ്ങാട് സൗത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. നമ്മൾ സൗത്ത് സ്കൂൾ എന്ന് പറയും ഇവിടുത്തെ ആൾക്കാർ. ഈ വണ്ടി അവർ മംഗലാപുരത്ത് വൃത്തിയാക്കി ഇടുന്നില്ല കേട്ടോ. കാരണം മൊത്തം ഇതുപോലത്തെ പൊടികളാണ്. ഇവിടുന്ന് പൊടികളിങ്ങനെ അടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇതൊന്നും ഇവർ വൃത്തിയാക്കുന്നില്ല. ഈ സൈഡൊക്കെ നോക്കിക്കോ. ഇവിടെയൊക്കെ മൊത്തം ഉണ്ട്. ഇതൊന്നും അവരെ ക്ലീൻ ചെയ്യുന്നില്ല. അവരെ മാത്രം കുറച്ച് കാര്യമില്ല. ഒന്നാമത് മഴയാണല്ലോ. അപ്പം മഴേൻ്റെ ഒരു അറിയാലോ, ചണ്ടി ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളൊക്കെ കടന്നു. അതിൻ്റെ കുറച്ച് ഭാഗമാണ്. ട്രെയിൻ നീലേശ്വരത്ത് എത്തിട്ടോ.
ഇപ്പുറത്തൊരു ഫ്രൈറ്റർ കിടപ്പുണ്ട്, G9 വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ ലോക്കോമോട്ടീവ് ഒരു P7 ആണ്. ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിന് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്, ഏകദേശം എല്ലായിടത്തും ട്രെയിൻ നിർത്തിയാണ് പോവുക. ഇപ്പോൾ കാഞ്ഞങ്ങാട് അതിന് നീലേശ്വരം നിർത്തി, ഇതിന് ചെറുവത്തൂർ നിർത്തും. അതിനിപ്പോൾ പിന്നെ പയ്യന്നൂർ, പഴയങ്ങാടി, കണ്ണപുരം, അങ്ങനെ എല്ലായിടത്തും നിർത്തി പോകുന്നൊരു വണ്ടിയാണിത്. ഇത് വളഞ്ഞു തിരിഞ്ഞും പോകുന്നൊരു വണ്ടിയാണ്, ചെന്നൈയിലേക്ക് വളഞ്ഞു തിരിഞ്ഞ് പോകുന്നൊരു വണ്ടിയാണ്. കൂടാതെ സ്റ്റോപ്പുകളും വളരെയധികം അധികമാണ്. ചെറുവത്തൂർ എത്തിയിട്ടാകുമ്പോൾ കാലാവസ്ഥ ഒന്നാകെ മാറി. ഇവിടെ നല്ല മഴക്കാറാണ്. കാനങ്ങാട് നിന്ന് കയറുമ്പോൾ മഴക്കാറൊന്നും ഉണ്ടായിട്ടില്ല, മൊത്തത്തിൽ വെയിലായിരുന്നു. ഇവിടെ നല്ല രീതിക്കുള്ള മഴക്കാർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് മൺസൂണിൽ യാത്ര ചെയ്യാൻ വേറെ തന്നെ ഒരു ഫീലാണ്. കാരണം രാവിലെ കറക്റ്റ് ഒരു ടൈമിന് ഡിപ്പാർട്ട് ചെയ്യുന്നൊരു വണ്ടി അങ്ങോട്ടിയാണിത്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ആസ്വദിച്ചു നമുക്ക് പോകാം ഈ വണ്ടിക്ക്. മഴക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. ട്രെയിൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് എത്തി. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കയറാനായിട്ട്. ഒരുപാട് സ്റ്റുഡൻസും ഓഫീസ് വർക്കേഴ്സും എല്ലാം ഉണ്ട് ഇവിടെ. കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആളായിരിക്കും. ഇത് വേറൊരു ചക്കൻ. ട്രെയിനിൽ ഇരുന്ന് ലെവൽ ഡബില്, രണ്ട് ലെവൽ ഡബില് അടിക്കും. ഏത് ലെവൽ ചെയ്ത് ട്രെയിൻ പഴയങ്ങാടിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. പഴയങ്ങാടി എത്തിയപ്പോൾ വെള്ളം മുഖത്തോട്ടേക്ക് വന്ന് പഴയങ്ങാടി എത്തിരാകുമ്പോൾ നല്ല മഴ എത്തി. വെള്ളം പെട്ടെന്ന് മുഖത്തോട്ട് തീർച്ചയാണ്. ട്രെയിൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ അത് ആ ട്രെയിനിൻ്റെ നെയിം ബോർഡ് ഇതവിടെ മംഗളൂർ താമ്പരം 161:60, തിരിച്ചു വരുമ്പോൾ 161:59. പണ്ട് എഗ്മോർ വരെയായിരുന്നു ഈ വണ്ടി സർവീസ് ഉണ്ടായത്. ഇപ്പോൾ താമ്പരത്തേക്ക് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഇത് എഗ്മോറിലേക്ക് സർവീസ് ചെയ്യുമ്പോൾ ഞാൻ കാനങ്ങാട് നിന്ന് എഗ്മോറിലേക്ക് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കെന്താ ഇങ്ങനെ നാണക്കേട്, ചങ്ങായിക്ക് ഭയങ്കര നാണക്കാണ് കേട്ടോ വീട്ടിൽ പോകുമ്പോൾ. ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു ഇതുവരെ. ഇവിടെ എത്തുമ്പോൾ അതിലെ വെയിലൊക്കെ വന്നു. ഇനി ഇവിടുന്ന് കുറേ പേര് കയറാനുണ്ടാവും, അതേപോലെ കുറേ പേര് ഇവിടെ ഇറങ്ങാനുണ്ടാവും. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ചരിത്രമാണെങ്കിൽ ഒരുപാട് തലകറങ്ങുന്നൊരു ചരിത്രമാണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയത് 2003 ആ സമയത്ത് ഇത് ചെന്നൈ എഗ്മോറിന് ട്രിച്ചി വഴി ഈറോഡ് ഏതാണ് സർവീസ് വെച്ചത്. പിന്നീട് 2005, 2006 കാലങ്ങളിൽ ചെന്നൈ എഗ്മോറിന് കോയമ്പത്തൂരിലേക്കായി വണ്ടി. പിന്നീട് 2007 മംഗലാപുരത്തിന് തിരുച്ചിറപ്പള്ളിയിലേക്കായി വണ്ടി. പിന്നീട് 2010 ഇത് മംഗലാപുരത്തിന് ചെന്നൈ എഗ്മോറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് ഇപ്പോൾ 2024 ചെന്നൈയിന് താമ്പരത്തേക്ക് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ചരിത്രം വരുന്നത്. പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കുറേയധികം ചരിത്രമുണ്ട്. ഈ സ്ലിപ്പ് പോർഷനൊക്കെ ആയിട്ട് പോകുന്നൊരു വണ്ടിയാണ് പണ്ട് കാലത്ത്. അതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് നേരെ അറിയില്ല, കാരണം ഇതിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് വള്ളിക്കേസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ചരിത്രം അത്രയ്ക്ക് തല ഉണ്ടാക്കുന്ന അങ്ങനത്തെ ചരിത്രമായിരുന്നു. ട്രെയിൻ ചെന്നൈയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് കണ്ണൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് തലശ്ശേരി, കണ്ണൂർ ഷൊർണൂർ മെമു അവിടെ കാണുന്നത്.
കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. 19 മണിക്കൂറും 50 മിനിറ്റായി ട്രെയിൻ കവർ ചെയ്യുന്ന സമയം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ 46 സ്റ്റോപ്പാണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടി മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നതിന് ഏറ്റവും സ്ലോവസ്റ്റ് ഒരു വണ്ടി കൂടിയാണ്. അതിന് കാരണം അതിൻ്റെ റീസൺ മെയിൻ ഇത് വളരെ നിന്ന് പോകുന്ന വണ്ടിയത് ഈ റോഡൊക്കെ ട്രിച്ച് വഴിയൊക്കെയാണ് പോകുന്നത്. ട്രിച്ചിൽ പോയി ലോക്കോ റിവേഴ്സിലൊക്കെ അടിച്ച് അങ്ങനെ ചെന്നൈക്കുമറിലേക്ക് പോകുന്നൊരു വണ്ടിയാണിത്. ചെന്നൈക്കുമറിലല്ല കേട്ടോ, താമ്പരം. പണ്ട് ചെന്നൈക്കുമറ വേണ്ടി ഇപ്പോൾ ചെന്നൈക്കുമറിനെ ഇപ്പോൾ കണ്ണൂരിൽ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ ചെന്നൈയിൽ ഡിപ്പാർട്ട് ചെയ്യുന്നതൊക്കെയാണ്. ട്രെയിനിൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കണ്ടോക്കിട്ട് തരാം. ഇതിൻ്റെ ബാത്റൂമിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്തും വെളിയിരിക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മംഗളൂരു സെൻട്രലിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന വണ്ടികളൊക്കെ പൊതുവെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടാകുന്നുണ്ട്. ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ട്രെയിൻ എടുക്കുക. പക്ഷേ സീറ്റിൻ്റെ അകത്തൊന്നും അവർ ഒന്നും നോക്കാറില്ല തോന്നുന്നു. പക്ഷെ ബാത്റൂമൊക്കെ എന്തായാലും ക്ലീൻ ചെയ്തിട്ടേ അവർ ട്രെയിൻ വിടുകയുള്ളൂ. അകത്ത് എന്താണെന്നറിയില്ല, അത് പറഞ്ഞ കാര്യമില്ല. മഴയൊക്കെ ആയതായിരിക്കും അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലുള്ളത്. ഈ നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ചണ്ടി ഉണ്ടാവില്ല, ഒരു പാവി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് പാവി എന്നാ പറയാം. അങ്ങനത്തെ സംഭവം മൊത്തം എല്ലാ സീറ്റിലൊക്കെ അധികം അങ്ങനായിട്ടുള്ളത് ഈ ഒരു ജനലിന്റെ കമ്പീൻ്റെ അകത്തു നിന്നൊക്കെ വരുന്നതാണ്. അത് ചണ്ടിയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വരുന്നൊരു കുഴപ്പമാണ്. വേറെ വൃത്തികേടൊന്നും ഇല്ല. നിലമൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയൊക്കെയാണ്. സ്ലീപ്പറിന്റെ ഭാഗത്ത് ഡോറിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ സ്ലീപ്പർ 11 സ്ലീപ്പർ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ സെക്കൻഡ് സിറ്റിംഗ്, ഇത് പകല് മൊത്തം ഓടുന്നൊരു വണ്ടി കൂടിയാണ്. അപ്പോൾ ഇതിന് D1 D2 2 സെക്കൻഡ് സിറ്റിംഗ് കോച്ചസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 അൺറിസർവ്ഡ് കോച്ചസ്, 2 പുറകിലുണ്ട്, 2 മുന്നിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 തേർഡ് AC, സെക്കൻഡ് AC ഫസ്റ്റ് AC കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി കോവിഡിന് മുമ്പ് സെക്കൻഡ് AC ഫസ്റ്റ് AC ഒക്കെ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണിത്. പക്ഷെ അതിനുശേഷം കോവിഡിന് ശേഷം ട്രെയിനുകൾ ഓടി തുടങ്ങുമ്പോൾ ഈ വണ്ടിയുടെ സെക്കൻഡ് AC ഫസ്റ്റ് AC ഒക്കെ പോയി. ഇപ്പോൾ 3 തേർഡ് AC മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക്. സമയം 9:50. ട്രെയിൻ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിമുടി മാറിയിട്ടാണ്. അമൃത് ഭാരത് സ്കീമിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ്, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായി മാറിയിരിക്കുകയാണ്. വടകര ട്രെയിൻ എടുത്തു. അതാണ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ഭാഗമൊക്കെ ആ ഭാഗത്താണ്. നല്ല അടിപൊളി എൻട്രൻസ് ആണ് ഇപ്പോൾ അത്. AC വെയിറ്റിംഗ് ഹാളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് പാർക്കിങ്. ഇവിടുത്തെ പാർക്കിൽ എന്തോരം വണ്ടികളാന്ന് നോക്കിയാ, ബൈക്ക്. ട്രെയിൻ ഇതാ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരിക്കുകയാണ്. ഇതെടുത്തു. തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചർ എടുത്തു. ഞാൻ ഇമ്പോർട്ടൊക്കെ ഒരുപാട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. കൊയിലാണ്ടി ട്രെയിൻ കോഴിക്കോട് എത്തിയിട്ടാ. കോഴിക്കോട് ഔട്ടറിലൊക്കെയാണ്. എല്ലാവർക്കും വേണേട്ടോ. ഒരു വാക്ക് എന്തെങ്കിലും പറയടാ. ഞാൻ എന്താ പറയാ, എന്തെങ്കിലും ചക്കൻ ധൈര്യം വന്ന് നാണക്കിടല് പോയി പറയാ ചിരി മയങ്ങുന്നത്. എന്തൊരു പെണ്ണോക്കാൻ പോന്നെയാ. ഒരുപാട് ഡിലേക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്തി. നേരെ പുറത്തിറങ്ങിയ എയർപോർട്ട് അകത്തേക്ക് വന്ന കാഴ്ചകളാണ്. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ എടുത്ത് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു
നമുക്ക് ലാസ്റ്റ് ഞാൻ പണിയില്ലാത്തതുകൊണ്ട് അതിന്റെ കാര്യം കേട്ടിട്ടില്ല. ഇവിടെ എയർപോർട്ടിലേക്കുള്ള ബാർഗെയിനിങ് ആണ്. ഇയാൾ തന്നെ ഓരോരോ വില പറയാറ്. ഓണം നോക്കിയാൽ ചെല്ലോട്ടാകുമ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്താൽ മതിയല്ലോ. ഞാൻ നല്ലൊരു പൊട്ടിച്ച് ലെവലാക്കിയാലോ. അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കവർ ചെയ്തിട്ടു. ഇവിടെ കവർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വേറെ 400 റുപ്യ അവിടെ കൂടെ ഇട്ടാണ് എന്തൊക്കെയോ പറയാം. നമ്മളങ്ങനെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് 19ാമത്തെ നമ്പറിൽ നിന്നാണ് എയർപോർട്ടകത്തേക്കുള്ള ബസ്സൊക്കെ പുറപ്പെടാൻ. അപ്പോൾ ആ ഭാഗത്തോട്ട് പോകണം. അവിടെ കുറച്ച് ബസ്സുണ്ട്, KSRTCൻ്റെ ഷിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കാണുന്ന ഈ ഒരു പാലക്കാട് ബസ്സിലാണ് നമുക്ക് എയർപോർട്ട് ജംഗ്ഷനിലേക്ക് പോകാനുള്ളത്. സൈപ്പോ സിനാളിക്ക് രണ്ടുപേര് തെറ്റിയിട്ടുണ്ട്. ബസ് നിന്ന് എടുത്തു, കൃത്യം 12:15 എടുത്തു. കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിരിക്കുകയാണ്. കോട്ടക്കര ഭാഗത്തേക്ക് വന്ന ബസ്സാണ്. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് വന്നു. ഒരാൾക്ക് 35 രൂപ, പിന്നെ ലഗേജിൻ്റെ 18 രൂപയും. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ KSRTC ടിക്കറ്റ് എടുക്കുമ്പോൾ, KSRTC യാത്ര ചെയ്യുമ്പോൾ അവർ ടിക്കറ്റ് തരുമ്പോൾ ആ ടിക്കറ്റ് ചാടാതെ യാത്ര അവസാനം സൂക്ഷിക്കണം കേട്ടോ. കാരണം KSRTCയിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇതുവരെ അത് അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇതാ ഭാഗ്യത്തിന് എടുത്തു വെച്ച് ഇതാ ചെക്കിങ് വന്ന് നമ്മുടെ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ചെക്ക് ചെയ്ത പോലെ തന്നെ ടിക്കറ്റൊക്കെ വന്ന് ചെക്ക് ചെയ്ത് പോയി. അപ്പോൾ KSRTC യാത്ര ചെയ്യുന്നവർ ടിക്കറ്റൊന്നും കളയരുത്, യാത്ര അവസാനം വരെ സൂക്ഷിച്ചു വെക്കുക. ബസ്സാണ് രാമനാട്ടുകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 10 ആൾക്കാർ കയറാറുണ്ട് ബസ്സിൽ. എന്തായാലും അടുത്ത രണ്ടും അടുത്ത ഇരുന്ന് പനിയായി. എനിക്ക് നാണക്കേട് കുറച്ച് പോയിട്ടോ, കുറച്ച് നാണക്കേട് പോയി. ഇപ്പോൾ കുറച്ച് ക്യാമറയിലൊക്കെ നമുക്ക് തുടങ്ങി. നമ്മളവിടുന്ന് ഒരു ഓട്ടോ ആക്കി നേരെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം കുറച്ച് ഡിലേ ഉണ്ട്, കുറച്ച് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് കയറുന്ന ഷൂട്ട് ചെയ്തിട്ടില്ല. കൽക്കട്ട ഇന്റർനാഷണൽ എയർപോർട്ട്.
ഇതൊക്കെ നമുക്ക് കുറച്ച് നല്ല രീതിക്ക് തന്നെ ചിത്രീകരിക്കാം. പൊട്ടിയൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. തിരക്ക് പിടിച്ചുള്ളത് വേറെ നല്ല തിരക്കിലാണ് നമ്മളുള്ളത് ഇവിടെ. സിനാൻ ഇതാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ ചിത്രീകരണമൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വരുന്നത്. അപ്പം അങ്ങ് അവിടെ ഇന്ത്യയുടെ പതാക ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ലേറ്റായി പോയി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ട്രെയിൻ അവിടെ വെല്ലായിൽ വെച്ച് 1 മണിക്കൂർ പോസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മളിവിടെ കുറേ ലേറ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഇടയ്ക്ക് വരുന്ന വിഷ്വൽസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതിൽ നല്ല വിശദീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ട്രെയിൻ അങ്ങനെ അവിടെ 1 മണിക്കൂർ പിടിച്ചിട്ട കാരണമാണ് നമ്മളിങ്ങോട്ട് വരാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഫെറോക്കാണ്. ഫെറോക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഓട്ടോ ആക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. 400 രൂപ മാത്രമേ ഓട്ടോക്ക് ഫെറോക്കൊന്നും ചാർജ് വരുന്നില്ല. കോഴിക്കോട് സ്റ്റേഷനിലാണെങ്കിൽ അവർ 800 രൂപയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലോട്ട് വന്നു. അവിടത്തേക്ക് 80 രൂപയാണ് റിക്ഷക്കായത്. പിന്നെ അവിടുന്ന് ഒരാൾക്ക് 35 രൂപ. ഇവിടുത്തെ എയർപോർട്ടിലേക്കല്ല, ഡയറക്റ്റ് എയർപോർട്ടിലേക്കല്ല, പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറണം. അതായത് 19-ാം നമ്പർ പില്ലറിലുള്ള പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എയർപോർട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഒരു 70 രൂപ കൊടുത്ത് റിക്ഷ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എയർപോർട്ടിലേക്ക് വരാൻ പറ്റും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ വന്ന പോലെ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് വരാൻ പറ്റും. നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അങ്ങനെ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. തിരിച്ച് പോകുമ്പോൾ ലഗേജൊക്കെ ഉണ്ടാകുമ്പോൾ ടാക്സി ആക്കി പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേ ടാക്സി ആക്കി വരേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വന്നാൽ മതി. ഓട്ടോയുടെ കാര്യം പറഞ്ഞു. ഫെറോക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷെയർ ഓട്ടോ കിട്ടും. അതായത് ഇങ്ങോട്ട് വരുന്ന മറ്റു പാസഞ്ചേഴ്സിനെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. 200 രൂപ കൊടുത്ത് അതിനായി ഇവിടേക്ക് എത്താൻ സാധിക്കും. അതിൽ ഫെറോക്കിൽ തന്നെ ഇറങ്ങാം കേട്ടോ. ഗൈസ്, നമ്മളൊക്കെ ഉണ്ടായ ചെക്കനാണ് സൈപ്പിൾ. യോൻ്റെ ഒരു മെയിൻ പ്രശ്നം പിന്നെ ആരെ കണ്ടാലും കയ്യിലെടുക്കുന്നുള്ളതാണ്. ഈ ചെക്കനെ ചുറ്റിക്കിടാക്കി ഇപ്പം ചങ്ങായിൻ്റെയൊക്കെ ഫ്രീ ഫയർ കളിക്കുന്നു. ചങ്ങായി അവൻ്റെ ഉപ്പാനാൻ്റെ കൂട്ടാൻ വന്നു. അവൻ്റെ കുടുംബക്കാരൊക്കെ ആ ഭാഗത്തുണ്ട്. യോനെ അതിനെ പിടിച്ചിട്ട് കിടന്ന് ഫ്രീ ഫയർ കളിപ്പിക്കുന്നത്. അതൊക്കെ രണ്ടും മരണക്കളി. ക്യാമറയിലേ നോക്കുന്നുണ്ട്. എന്തും സൈപ്പോയിൻ്റെ അവസ്ഥ. ഇതുപോലത്തെ ഒരു ജന്മം. എയർപോർട്ടിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പുറത്തേക്ക് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നമുക്കാദ്യം എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം. എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾക്കാണ് ഇതൊക്കെ. ഇവിടത്തേക്ക് വ്യാപിച്ചടക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എൻട്രൻസ് കണ്ടില്ലല്ലോ. നമുക്ക് എൻട്രൻസ് ഒന്ന് ചിത്രീകരിക്കാം. പിന്നെ ഇതാ ഫ്ലാഗ്. പിന്നെ അവിടെ നിന്ന് കാണിച്ച ഫ്ലാഗ് ഇതാ ഇവിടെ തന്നെയുണ്ട്, ഇന്ത്യൻ്റെ ഫ്ലാഗ്. എയർപോർട്ടിലേക്ക് കയറിപ്പോണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. അങ്ങ് കാണുന്ന പില്ലർ നമ്പർ 1 ആണ്. ഇത് നേരെ പുറത്തിറങ്ങാം. എടാ ഇല്ല, നടക്കാൻ പറ്റുമോ? നടന്ന സീനാവോ? അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. ചുമ്മാ ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണിക്കാതെ വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാക്കാൻ വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ദേശം. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ ഇട്ട്. ആദ്യം കാനങ്ങാടുന്ന് നമ്മുടെ താമര എക്സ്പ്രസ്സിന് കയറി കോഴിക്കോട് ഇറങ്ങി. പിന്നെ അവിടുന്ന് റിക്ഷയ്ക്ക് നേരെ സ്റ്റാൻഡ് KSRTC സ്റ്റാൻഡ് വന്ന്, പിന്നെ അവിടുന്ന് എയർപോർട്ട് ജംഗ്ഷനിൽ വന്ന്, പിന്നെ അവിടുന്ന് വീണ്ടും റിക്ഷയ്ക്ക് എയർപോർട്ടിലേക്ക് വന്ന്. ഇനിയിപ്പോൾ തിരിച്ച് റിക്ഷയ്ക്ക് നേരെ എയർപോർട്ട് ജംഗ്ഷനിൽ പോകും. പിന്നെ അവിടുന്ന് KSRTCയിൽ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, പിന്നെ അവിടെ നേരെ സ്റ്റേഷനിലേക്ക്, പിന്നെ അവിടെ നേരെ നേത്രാവതി പരശുരാമോ ഏതെങ്കിലും ട്രെയിൻ കയറിയിട്ട് നാട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ, രണ്ടാമത്തെ വീഡിയോ നമ്മളെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് LHB ആയല്ലോ. LHB ആയിട്ടില്ല, ഇന്ന് 19 നാളെ 20 LHB ആവും.
അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ എറണാകുളത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോക്ക് കാണുന്നവരേക്കും ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ബൈ ബൈ ബൈ. ഒരു ബൈ, നല്ലൊരു ബൈ അറിയും. ബൈ.